ലൈംഗിക വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോഴേ നെറ്റി ചുളിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഉള്ളത്. പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണം എന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ്. അതിനിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം 7-9 ക്ലാസ്സുകളിലെ മാറി വരുന്ന ജീവശാസ്ത്ര പാഠപുസ്തകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ ഉൾപ്പെടുത്തുക. കുട്ടികളുടെ പ്രായം പരിഗണിച്ചുകൊണ്ടാണ് പാഠഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കയുടെ യാതൊരു അടിസ്ഥാനവുമില്ല. ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ ലക്ഷ്യമിടുന്നത്? അതായത് ലൈംഗികതയിലെ മനോഭാവത്തിൽ മാറ്റം വരുത്തുക എന്നാണ്. നമ്മൾ ഓരോ ദിവസവും ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണുന്നുണ്ട്. അത് പ്രായപൂർത്തിയാകാത്തവർ വരെ അതിൻ്റെ ഭാഗമാകുന്നതും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ലൈംഗികതയിലെ മനോഭാവത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന് ആരോഗ്യത്തിൻ്റെ മഹത്വവും ക്ഷേമവും തിരിച്ചറിയുക എന്നതാണ്. ഒപ്പം നമ്മുടെ ബന്ധങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ലൈംഗിക വിദ്യാഭ്യാസത്തിലൂടെ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതിലുണ്ട്. വിശാലാർത്ഥത്തിൽ തന്നെ നമ്മൾ ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെ കാണണം. മറ്റൊന്ന് ലൈംഗിക അവകാശങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. തിരിച്ചറിയുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സന്തുഷ്ടമായ വ്യക്തിജീവിതം, കുടുംബജീവിതം, ഇപ്പോൾ നമ്മൾ പലപ്പോഴും നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഇതിലൂടെ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നല്ല സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ഉറപ്പാക്കുകയും ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ലൈംഗിക വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രീയമായി കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അശാസ്ത്രീയമായ മാർഗങ്ങൾ ഉൾപ്പെടെ തേടുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി കാര്യങ്ങൾ കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ്. ലൈംഗികതയുടെ എല്ലാ വശങ്ങളും പഠിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലിടുന്നു. ഒപ്പം പ്രായത്തിനും ഭൗതിക വളർച്ചയ്ക്കും അനുസരിച്ചുള്ള പഠനമാണ് നൽകാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ 7-9 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം ലിംഗസമത്വം നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ലിംഗസമത്വം. അങ്ങനെ ലിംഗസമത്വം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു പഠന രീതി തന്നെയായിരിക്കും ഉറപ്പാക്കുക. സാമൂഹിക സാംസ്കാരിക പ്രത്യേകതകളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമൂഹത്തെ വളർത്തിയെടുക്കുക, അടുത്ത തലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഒപ്പം അറിവിലും കാഴ്ചപ്പാടിലും ഒക്കെ അവരിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. നമ്മുടെ കൗമാരപ്രായക്കാരെ അതിന് പ്രാപ്തരാക്കുക എന്നതുകൂടിയാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പം മാനുഷിക ബന്ധങ്ങൾ എന്താണ്, അതിൻ്റെ സാംസ്കാരിക വശങ്ങൾ, അതിൻ്റെ ഒരു പഠനം എന്നതിൽ ഉപരിയായി അതിൻ്റെ ഇമോഷണൽ കണ്ടന്റ് അതിൽ തന്നെ ഊന്നിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയായിരിക്കും തയ്യാറാക്കുക. ലൈംഗിക അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് അവരെ ബോധവൽക്കരിക്കുക എന്നതാണ്. ഒപ്പം ജെൻഡർ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം ട്രാൻസ്ജെൻഡർ സമൂഹത്തോടൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് സമൂഹത്തിൻ്റെ എന്നതറിയാം, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാം. അങ്ങനെ സമൂലമായ ഒരു മാറ്റം അത്തരത്തിൽ എല്ലാ ജെൻഡറിലുമുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളുന്നതിന് നമ്മുടെ സമൂഹത്തെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യമാണ് ഇതിലൂടെ നേടിയിരുന്നത്. ഒപ്പം അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, കുട്ടികൾക്ക് തന്നെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അവരെ പ്രാപ്തരാക്കുക എന്നതാണ്. നമുക്കറിയാം പലപ്പോഴും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ ഇത്തരത്തിൽ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതേക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാക്കിയെടുക്കുക, അതിക്രമങ്ങൾ നേരിടുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്നത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഒപ്പം നമ്മുടെ ശരീരം, മനുഷ്യ ശരീരം, അതിൻ്റെ വളർച്ച, പരിണാമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവരെ പഠിപ്പിച്ചെടുക്കുക എന്നതാണ്. ഒപ്പം ലൈംഗികമായ പെരുമാറ്റം, പ്രത്യുൽപാദന, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ അത് നമുക്കൊരു വിശാലാർത്ഥത്തിൽ എടുക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ കുട്ടികളെ അവരുടെ കൗമാരകാലം മുതൽ തന്നെ അതിനെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇടുന്നു. ഒപ്പം കൗമാര ഗർഭധാരണ നിരക്ക് കുറയ്ക്കുക. ഞാൻ പറയുന്നത് പോലെ ഈ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഏറെ സഹായിക്കുകയും ചെയ്യും. ഒപ്പം ഗർഭചിത്രങ്ങളുടെ നിരക്ക് കുറയ്ക്കുക. നമുക്കറിയാം സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിരവധി കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്തവർ പീഡനത്തിനിരയായും മറ്റും ചിത്രത്തിന് അനുമതി തേടിക്കൊണ്ട് ഇത്തരത്തിൽ കോടതിയുടെ അനുമതിക്കായി കാത്തു നിൽക്കുന്നുണ്ട്. ഒപ്പം ലൈംഗിക രോഗങ്ങളുടെ നിരക്ക് കുറയ്ക്കുക എന്നൊരു പ്രധാനപ്പെട്ട ലക്ഷ്യവുമുണ്ട്. അത്തരത്തിൽ അവരെ ആരോഗ്യപരമായി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക. അത് നമ്മുടെ എന്നതുകൊണ്ട് തന്നെയാണ് 7-9 ക്ലാസ്സുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്. പ്രതിസന്ധി നേരിടാൻ ഇവർക്ക് കരുത്ത് ലഭിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈംഗിക വിദ്യാഭ്യാസത്തിലൂടെ ഇത്തരത്തിൽ നേരിടുന്ന അതിക്രമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു. ഒപ്പം ലൈംഗിക ജീവിതത്തിൽ അവർക്ക് ആത്മവിശ്വാസം കൂടുന്നു. അതൊരു ഭാവിയിലേക്കുള്ള നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു. ഒപ്പം പരസ്പര ബഹുമാനമുള്ള നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നതുകൂടിയാണ്.
ഇത് വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ ഇത്തരത്തിൽ പഠനങ്ങൾ നടത്തിയതിനു ശേഷം നിരവധി കൗമാരക്കാരുമായും അവരുടെ രക്ഷിതാക്കളും ഒക്കെയായി സംസാരിച്ച ശേഷമാണ് ഇത്തരത്തിൽ വിശാലാർത്ഥത്തിലുള്ള ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ഒരു സംസ്കാരമല്ല നമ്മുടെ രാജ്യത്തുമുള്ളത്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഒരു പുതിയ തലമുറയെ, ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ലക്ഷ്യങ്ങളെന്ന് നമുക്ക് കാണാതെ പോരുത്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നു. അതിനെ പോസിറ്റീവായി തന്നെ നമ്മൾ ഏറ്റെടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ സ്കൂളുകളിലേക്ക് ഇത് വരുമ്പോൾ പ്രായോഗിക തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അത് പരിഹരിക്കാം എന്ന് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതാണ് ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കുക, നമ്മുടെ ബന്ധങ്ങളെയൊക്കെ നമ്മൾ അതിനെ വളരെ പോസിറ്റീവായി കാണുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തെ വളർത്തെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അതിന് പിന്നിലുള്ളത് എന്നത് മനസ്സിലാക്കുക. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് പോസിറ്റീവായ അർത്ഥത്തിൽ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ലക്ഷ്യമിടുകയും ചെയ്യുന്നത്.